ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനം. കർത്താവിൽ പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ ജോബി ഹാൽവിൻ എന്ന് പറയുന്ന ഒരു പെന്തക്കോസ്ത് സഹോദരൻ ദൈവത്തിൻ്റെ വിശുദ്ധ ദിവസത്തിനെതിരെ ചെയ്ത 2 ദുരുപദേശ വീഡിയോകൾ കാണുവാനായിട്ട് ഇടയായിത്തീർന്നു. കഴിഞ്ഞ ചില ദിവസങ്ങളിൽ മറ്റു ചില വിഷയങ്ങളെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ 2 പ്രധാനപ്പെട്ട ദുരുപദേശകർ നമ്മുടെ വഴിയിൽ മാർഗതടസ്സം സൃഷ്ടിക്കുന്ന നിലയിൽ വന്നിട്ടുണ്ട്. അതിലൊന്ന് സെവൻത് ഡേക്കാർ അല്ലെങ്കിൽ ശാബത്ത് മിഷൻകാരും മറ്റൊന്ന് യേശുവിൻ നാമക്കാരുമാണ്. സാധാരണയായി ഞങ്ങൾ ഇത്തരം ദുരുപദേശങ്ങൾക്ക് മറുപടി പറയാറില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ചെറിയ കഥയിലൂടെ ഞാനത് വിവരിക്കാം. ഒരിക്കൽ ഒരു കാട്ടിൽ 2 മൃഗങ്ങൾ തമ്മിൽ തർക്കമുണ്ടായി. ഒന്ന് ഒരു കടുവയും രണ്ടാമത്തേത് ഒരു കഴുതയും. കഴുത പറഞ്ഞു പുല്ലിൻ്റെ നിറം മഞ്ഞയാണ്. അപ്പോൾ കടുവ പറഞ്ഞു അങ്ങനെയല്ല, പുല്ലിൻ്റെ നിറം പച്ചയാണ്. 2 പേരും തമ്മിൽ വലിയ തർക്കമായി. കടുവ എത്ര പറഞ്ഞിട്ടും കഴുത തൻ്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നു. അവസാനം 2 പേരും മൃഗരാജാവായ സിംഹത്തിൻ്റെ അടുക്കൽ എത്തിച്ചേർന്നു. 2 പേരുടെയും തർക്കത്തിന് മൃഗരാജാവ് ഇപ്രകാരം തീർപ്പ് കൽപ്പിച്ചു. സിംഹം പറഞ്ഞു പുല്ലിൻ്റെ നിറം മഞ്ഞ തന്നെയാണ്. അതിനാൽ കടുവയെ 6 മാസത്തേക്ക് കഠിന തടവിന് ശിക്ഷിക്കുന്നു. ഇത് കേട്ട കടുവ ഞെട്ടിപ്പോയി. കടുവ സിംഹത്തിൻ്റെ ചെവിയിൽ ചോദിച്ചു, തിരുമേനി, പുല്ലിൻ്റെ നിറം പച്ച തന്നെയല്ലേ? അതെ, പച്ച തന്നെയാണ്. പക്ഷെ നിന്നെ ശിക്ഷിച്ചത് എന്തിനാണെന്നറിയാമോ? പച്ചയായ ഒരു യാഥാർത്ഥ്യത്തെ തെറ്റാണെന്ന് പറഞ്ഞ ഒരു വ്യക്തിയുമായി നീ തർക്കിക്കാൻ പോയതിനാണ്. ഞാൻ പറഞ്ഞ കാര്യം പിടികിട്ടിയോ? പച്ചയായ ഒരു യാഥാർത്ഥ്യത്തെ തെറ്റാണെന്ന് പറഞ്ഞ വ്യക്തിയുമായി നീ തർക്കിക്കാൻ പോയതിനാണ് നിനക്ക് ഈ ശിക്ഷ. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, അങ്ങനെയാണെങ്കിൽ സഹോദര, താങ്കൾ എന്തുകൊണ്ടാണ് ജോബി ഹാൽവിൻ എന്ന് പറയുന്ന ഈ സഹോദരൻ്റെ ദുരുപദേശത്തിന് മറുപടി പറയുവാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടതെന്ന്? അതിൻ്റെ കാരണം ഞാൻ പറയാം. ഞാൻ ഈ സഹോദരനെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം ഒരു ബൈബിൾ അധ്യാപകനാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. ഒരു നല്ല ബൈബിൾ അധ്യാപകന് വേണ്ടുന്ന എല്ലാ ഗുണവിശേഷങ്ങളും അദ്ദേഹത്തിന് ഉണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് അദ്ദേഹത്തിൻ്റെ ചില വാക്കുകളൊന്ന് ശ്രദ്ധിക്കാം. SDA എന്ന ഹെലൻ ഹെർമാൻ എന്ന ഇസബേലാണ് പ്രവർത്തിയാലുള്ള നീതീകരണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഇവറ്റകൾ ദൈവസഭയ്ക്കൊരു അപമാനമാണ് എന്ന വസ്തുത നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. ഈ ഭ്രാന്താണ് ഞായറാഴ്ച ആരാധിക്കുന്നവരെ കാണുമ്പോൾ ഇവർക്ക് വിരയിളക്കം ഉണ്ടാകുകയാണ്. നിങ്ങൾ കേട്ടല്ലോ അദ്ദേഹത്തിന്റെ വാക്കുകൾ. നല്ല സാംസ്കാരിക പൈതൃകമുള്ള ഒരാൾക്ക് മാത്രമേ ഇത്തരത്തിൽ പ്രതികരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞാൻ ഈ മറുപടി പറയുന്ന സമയത്ത് അദ്ദേഹം ചെയ്ത 1ാമത്തെ വീഡിയോ ഏകദേശം 10,000-ൽ പരം ആളുകൾ കണ്ടു കഴിഞ്ഞു. നാം ഒരു കാര്യം മനസ്സിലാക്കണം. ആശാൻ അക്ഷരം 1 പിഴച്ചാൽ 51 പിഴയ്ക്കും ശിഷ്യന്. കാര്യം പിടികിട്ടിയല്ലോ. ആശാൻ അക്ഷരം 1 പിഴച്ചാൽ 51 പിഴയ്ക്കും ശിഷ്യന്. ജോബി ഹാൽവിനെ പോലെയുള്ള സഹോദരന്മാർ നിമിത്തം ലക്ഷക്കണക്കിന് ആളുകളാണ് സത്യം തിരിച്ചറിയാനാകാതെ തെറ്റിലേക്ക് ഓരോ ദിവസവും വഴുതി വീണുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്രകാരം അനേക ജനകോടികൾ തെറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, നാശത്തിലേക്ക് വീണുകൊണ്ടിരിക്കുമ്പോൾ, സത്യം അറിഞ്ഞ നാം ഇതിനെതിരെ പ്രതികരിക്കാതിരുന്നാൽ നശിച്ചു പോകുന്നവരുടെ രക്തം ദൈവം നമ്മോട് ചോദിക്കുമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ വീഡിയോയ്ക്ക് ഉത്തരം പറയണമെന്ന് എനിക്ക് തോന്നിയത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരാരോപണം ദൈവത്തിൻ്റെ സത്യസഭയായ സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് സഭ ഒരു കൾട്ട് പ്രസ്ഥാനമാണെന്നാണ് അദ്ദേഹം പറയുന്നത്.
നമുക്ക് അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ SDA എന്ന കൾട്ടിനെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി. ഞാൻ പ്രതീക്ഷിക്കാത്തത്ര പ്രതികരണങ്ങളാണ് എനിക്ക് ശാബത്ത് എന്ന ദുരുപദേശ സംഘടനയെ കുറിച്ച് സംസാരിച്ചപ്പോൾ നേരിടേണ്ടി വന്നത്. കൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഈ സഹോദരന് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. കൾട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് ഇപ്രകാരമാണ്: എ സിസ്റ്റം ഓഫ് റിലീജിയസ് വെനറേഷൻ ആൻഡ് ഡിവോഷൻ directed towards a person or a thing and consider all other beliefs fake. ഒന്നും കൂടെ പറയാം. A system of religious veneration and devotion directed towards a person and consider all other beliefs fake. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഉപദേശത്തിനോ പഠിപ്പിക്കലുകൾക്കോ അനുസരിച്ച് ജീവിക്കുകയും മറ്റുള്ള വിശ്വാസങ്ങളെയെല്ലാം കണ്ണടച്ച് തെറ്റാണെന്ന് പറയുകയും ചെയ്യുന്ന മത സംവിധാനത്തെയാണ് കൾട്ട് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ പ്രിയ സഹോദരനോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. കർത്താവായ യേശുക്രിസ്തു എന്ന ഏക ദൈവത്തെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും ഉപദേശങ്ങളെ മുറുകെ പിടിച്ച് ദൈവിക കൽപ്പനകളുടെ വഴിയിൽ സഞ്ചരിക്കുന്ന സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് സഭയാണോ കൾട്ട്? അതോ 1901 ജനുവരി മാസം 1-ാം തീയതി ആഗ്നസ് ഓസ്മാൻ എന്ന് പറയുന്ന മദാമ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ ആരംഭിക്കുകയും ഇന്നും അനുയായികൾ അത് തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയും ദൈവകൽപ്പന എന്ന് കേൾക്കുമ്പോൾ കലിയിളകുകയും സത്യത്തിന്റെ മുഖത്ത് കരിവാരി തേക്കുകയും ചെയ്യുന്ന ജോബി ഹാൽവിൻ എന്ന സഹോദരനും അദ്ദേഹത്തെ ഉൾപ്പെടുന്ന പ്രസ്ഥാനവുമാണോ കൾട്ട് എന്ന് നിങ്ങൾ തീരുമാനിക്കുക. പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു വലിയ പരമാർത്ഥമുണ്ട്. എല്ലാ കാലഘട്ടത്തിലും പിശാച് ദൈവകൽപ്പനകൾക്കെതിരെ പ്രവർത്തിക്കുവാൻ അനേകരെ കയ്യിലെടുത്തിട്ടുണ്ട്. അത് കാലാകാലങ്ങളിൽ സംഭവിക്കുന്ന കാര്യമാണ്. എന്നാൽ നാം മനസ്സിലാക്കേണ്ടുന്ന പരമാർത്ഥം, ദൈവവചനം എന്ത് പറയുന്നുവോ അതിന്റെ നേരെ വിപരീതമാണ് പിശാച് പഠിപ്പിക്കുന്നത്. നാം വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ വെളിപ്പാട് പ്രവചനം 13-ാം അധ്യായം 6-ാമത്തെ വാക്യം, അത് ദൈവത്തിന്റെ നാമത്തെയും അവിടുത്തെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദുഷിക്കേണ്ടതിന് ദൈവദൂഷണത്തിനായി വായ് തുറന്നു. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അത് ദൈവത്തിന്റെ നാമത്തെയും അവിടുത്തെ കൂടാരത്തെയും അതിൽ വസിക്കുന്നവരെയും ദുഷിപ്പാൻ ദൈവദൂഷണത്തിനായിട്ട് വായ് തുറന്നു. ഇപ്രകാരം ദൈവദൂഷണം പറയുന്ന പിശാചിന്റെ കയ്യിൽ അമർന്നു പോയത് കൊണ്ടാണ് ജോബി ഹാൽവിൻ എന്ന സഹോദരൻ ഇപ്രകാരം സത്യത്തോട് മറുത്തു നിൽക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ സഹോദരൻ ചെയ്ത 2 ദുരുപദേശ വീഡിയോകൾ എനിക്ക് കാണുവാനായിട്ട് സാധിച്ചു. അദ്ദേഹം 3 വീഡിയോകൾ ചെയ്തു. അതിൽ 3-ാമത്തത് ശരിക്കും എനിക്ക് കാണുവാനോ അത് ശ്രദ്ധിക്കുവാനോ സമയം കിട്ടിയില്ല, തിരക്കുകൾ മുഖാന്തരം. 2 എണ്ണം ഞാൻ കാണുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. വലിയ കഴമ്പുള്ള കാര്യങ്ങളൊന്നുമല്ല അദ്ദേഹം പറയുന്നത്. അതിൻ്റെ കാരണം, എല്ലാ കാലത്തും ഈ സഹോദരനെ പോലെയുള്ളവരും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിൽ ഉൾപ്പെട്ടവരും കാലാകാലങ്ങളായി സത്യത്തെ വ്യാജമാക്കി തീർക്കുവാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില പ്രസ്താവനകളാണ് അദ്ദേഹത്തിന്റെ ആ വീഡിയോകളിലൂടെ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത്. ഞാൻ അദ്ദേഹത്തിന്റെ ചില പ്രസ്താവനകളും ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ അവയ്ക്കുള്ള മറുപടിയും പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞ പ്രസ്താവനകളുടെ കഴമ്പില്ലായ്മ നിങ്ങൾക്ക് ബോധ്യമാകും. ദൈവത്തിന് സ്തോത്രം. ഈ സഹോദരന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് ന്യായപ്രമാണത്തെ കുറിച്ചുള്ള തെറ്റിദ്ധാരണയാണ്. നാം ന്യായപ്രമാണത്തിന് കീഴുള്ളവരേ അല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ വീഡിയോ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് കേട്ടാട്ടെ അദ്ദേഹം എന്താണ് ഈ ന്യായപ്രമാണത്തെ കുറിച്ച് പറയുന്നതെന്ന്. ന്യായപ്രമാണം ഇപ്പോൾ ഇല്ല. മനുഷ്യന് വേണ്ടിയാണ് ശബത്തുണ്ടായത്. ആ നിയമങ്ങൾക്കപ്പുറത്തേക്ക് നമ്മൾ പോവുകയാണ് യേശുക്രിസ്തുവിൽ നമ്മളാകുമ്പോൾ. യേശുക്രിസ്തു ശബത്തിന്റെ കർത്താവാകുന്നു. നമ്മളും യേശുക്രിസ്തുവിലാകുമ്പോൾ ശബത്തിന്റെ അപ്പുറത്തേക്ക് നമ്മൾ പോവുകയാണ്. ന്യായപ്രമാണത്തിന് കീഴിലല്ല നമ്മൾ.
നമ്മൾ ന്യായപ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നു. അതാണ് അടുത്ത് പറയുന്നത്, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു, പിന്നെയും അതിൽ ഉറച്ചു നിൽപ്പിൻ, പിന്നെയും അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത്. പിന്നെ നമ്മൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരേയല്ല, നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കുന്നു. കണ്ടോ, ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കുന്നു. നിങ്ങൾ കേട്ടല്ലോ അദ്ദേഹത്തിന്റെ വാചകം. നാം ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല, നാം ന്യായപ്രമാണത്തിനും അപ്പുറത്താണ്, നാം ന്യായപ്രമാണത്തിൽ നിന്നും ഒഴിവുള്ളവരാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം എന്ത് പറയുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. വിശുദ്ധ വേദപുസ്തകത്തിൽ റോമാലേഖനം 7-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം, റോമർ 7:1, അവിടെ തിരുവചനം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു: സഹോദരന്മാരെ, ന്യായപ്രമാണം അറിയുന്നവരോടല്ലോ ഞാൻ സംസാരിക്കുന്നത്. മനുഷ്യൻ ജീവനോടിരിക്കും കാലത്തൊക്കെയും ന്യായപ്രമാണത്തിന് അവന്റെ മേൽ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, എന്ത് മനസ്സിലായി? മനുഷ്യൻ ജീവനോടിരിക്കും കാലത്തൊക്കെയും ന്യായപ്രമാണത്തിന് അവന്റെ മേൽ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പോൾ ന്യായപ്രമാണം മാറിപ്പോയി, ന്യായപ്രമാണം നീങ്ങിപ്പോയി, ന്യായപ്രമാണത്തിന് നമ്മുടെ മേൽ ഒരധികാരവും ഇല്ല എന്നൊക്കെ മനുഷ്യൻ പറയുമ്പോൾ തിരുവചനത്തിന്റെ ഉപദേശം തികച്ചും വ്യത്യസ്തമാണ്. നാം മനസ്സിലാക്കേണ്ട ഒരു വലിയ പരമാർത്ഥം, ന്യായപ്രമാണത്തിന് പ്രധാനമായിട്ടും 3 വകഭേദങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു വീഡിയോയിൽ അദ്ദേഹം അത് പറയുന്നുണ്ട്. അതായത്, ഒന്നാമതായിട്ട് ധാർമ്മിക നിയമങ്ങൾ അഥവാ മോറൽ ലോസ്, രണ്ടാമതായിട്ട് സിവിൽ ലോസ് എന്ന് പറഞ്ഞാൽ സാമൂഹികമായിട്ടുള്ള ന്യായപ്രമാണം, സാമൂഹിക ബന്ധങ്ങളെ ആസ്പദമാക്കി മനുഷ്യൻ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് മനസ്സിലാക്കിക്കുന്ന സാമൂഹിക ന്യായപ്രമാണം, മൂന്നാമതായിട്ട് സെറിമോണിയൽ ലാസ്, അതായത് യാഗങ്ങളും പെരുന്നാളുകളും അങ്ങനെ ഒക്കെ അടങ്ങിയ കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിന് നിഴലായിരുന്ന കർമാചാരപരമായ ന്യായപ്രമാണം. ഇങ്ങനെ ന്യായപ്രമാണത്തിന് 3 പ്രധാനപ്പെട്ട വകഭേദങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇതിൽ കർമാചാരപരമായിരുന്ന ന്യായപ്രമാണം കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിന് നിഴലായിരുന്നത് കൊണ്ട് അത് കാൽവരി ക്രൂശോടുകൂടെ നീങ്ങിപ്പോയി. അപ്പോൾ 10 കൽപ്പനയാകുന്ന ന്യായപ്രമാണം അത് കർമാചാരപരമായ ന്യായപ്രമാണത്തിൽ ഉൾപ്പെടുന്നതല്ല, പിന്നെയോ അത് ധാർമ്മികമായ ന്യായപ്രമാണത്തിൽ ഉൾപ്പെടുന്നതാണ്. ഈ സത്യം ജോബി ഹാൽവിൻ സഹോദരന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല, ന്യായപ്രമാണം മാറിപ്പോയി എന്നൊക്കെ വിളിച്ചു പറയുന്നത്. നാം തിരിച്ചറിയേണ്ടുന്ന ഒരു വലിയ പരമാർത്ഥം, ദൈവത്തിന്റെ 10 കൽപ്പനയാകുന്ന ന്യായപ്രമാണം ഇല്ലാതിരിക്കുന്ന ഒരു ദിവസം പോലുമില്ല. കാരണം കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് വിശുദ്ധ ജീവിതം നയിക്കണമെങ്കിൽ അവന് പാപത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം വേണം. ഈ പാപത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം എവിടുന്നാണ് ലഭിക്കുന്നത്? ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ നിന്നാണ്. റോമാലേഖനം 7-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, റോമർ 7:7, ആകയാൽ നാം എന്തു പറയേണ്ടു? ന്യായപ്രമാണം പാപമെന്നോ? ഒരു നാളും അരുത്. എങ്കിലും ന്യായപ്രമാണത്താൽ അല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല. മോഹിക്കരുത് എന്ന് ന്യായപ്രമാണം പറയാതിരുന്നുവെങ്കിൽ ഞാൻ മോഹത്തെ അറിയുകയില്ലായിരുന്നു. എന്താ മനസ്സിലായി? അതായത് ദൈവത്തിന്റെ 10 കൽപ്പനയാകുന്ന ന്യായപ്രമാണമാണ് ഒരുവന് പാപത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം നൽകുന്നത്. അപ്പൊ ഈ ന്യായപ്രമാണം ഇല്ലെങ്കിലോ ഒരു വിശുദ്ധ ജീവിതം നയിക്കുക അസാധ്യമാണ്. അപ്പൊ ദൈവത്തിന്റെ 10 കൽപ്പനയാകുന്ന ന്യായപ്രമാണം അനുസരിക്കാതെ ഒരു വ്യക്തിക്ക് വിശുദ്ധ ജീവിതം നയിക്കുക അസാധ്യമാണ്. അപ്പോൾ ന്യായപ്രമാണം ഇല്ലാതിരിക്കുന്ന ഒരു ദിവസം പോലുമില്ല. ഇനി ജോബി ഹാൽവിൻ സഹോദരൻ പറയുന്നതനുസരിച്ച് ന്യായപ്രമാണം അങ്ങ് മാറിപ്പോയി എന്നിരിക്കട്ടെ. അങ്ങനെയായാൽ എന്ത് സംഭവിക്കുമെന്ന് ഞാനൊരു ചിത്രീകരണത്തിലൂടെ നിങ്ങളെ മനസ്സിലാക്കാം. നിങ്ങൾ ദയവായിട്ട് ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ഈ ചിത്രീകരണം ശ്രദ്ധിച്ച് കാണണം. അപ്പോൾ നിങ്ങൾക്ക് ദൈവത്തിന്റെ ന്യായപ്രമാണം മാറിപ്പോയോ ഇല്ലയോ എന്ന് മനസ്സിലാകും. കർത്താവിൽ പ്രിയമുള്ളവരെ, ജോബി ഹാൽവിൻ സഹോദരൻ പറയുന്നതനുസരിച്ച് ന്യായപ്രമാണം മാറിപ്പോയി എന്ന് നാം ചിന്തിക്കുക. അങ്ങനെ ചിന്തിച്ചാൽ അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചാൽ എന്താണ് പറ്റാൻ പോകുന്നതെന്നുള്ള കാര്യം ഞാനൊരു ചിത്രീകരണത്തിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾ ഈ സ്റ്റേജിലേക്ക് നോക്കിക്കേ. 4 പ്രിയപ്പെട്ടവർ ഇവിടെ നിൽപ്പുണ്ട്.
4 പേരെ നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇതൊരു ചിത്രീകരണമാണ്. ഇതിന് വേറെ ദുർവ്യാഖ്യാനം ഒന്നും കൊടുത്തു കളയരുത്. വെറും ചിത്രീകരണം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ്. ഒന്നാമത് നിൽക്കുന്ന സഹോദരനോട് ഞാൻ ചോദിക്കുകയാണ്, താങ്കളുടെ പേരെന്താണ്? അദ്ദേഹത്തിന്റെ പേര് ന്യായപ്രമാണം. എല്ലാവരും കണ്ടല്ലോ, അദ്ദേഹത്തിന്റെ പേര് ന്യായപ്രമാണം. ഇനി രണ്ടാമത് നിൽക്കുന്ന സഹോദരിയോട് ചോദിക്കുകയാണ്, താങ്കളുടെ പേരെന്താണ്? അദ്ദേഹത്തിന്റെ പേര് ലംഘനം. മൂന്നാമത് നിൽക്കുന്ന സഹോദരനോട് ചോദിക്കുകയാണ്, താങ്കളുടെ പേരെന്താണ്? പാപം. ഇനി നാലാമതൊരു കുഞ്ഞു നിൽപ്പുണ്ട്, അവളോട് ചോദിക്കുന്നു, മോളുടെ പേരെന്താണ്? ഉയർത്തിപ്പിടിച്ചട്ടെ, ക്രിസ്തു. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നു ന്യായപ്രമാണം, ലംഘനം, പാപം, ക്രിസ്തു. ഇതിൽ ഒന്നാമത് നിൽക്കുന്നത് ന്യായപ്രമാണം. അപ്പൊ ഹാൽവിൻ സഹോദരൻ പറയുന്നത് ന്യായപ്രമാണം മാറിപ്പോയി എന്നാണ്. അപ്പൊ ന്യായപ്രമാണം മാറിപ്പോയാൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, കാണുക. അപ്പൊ ആദ്യം നിൽക്കുന്ന ന്യായപ്രമാണത്തോട് ഞാൻ പറയുകയാണ്, ന്യായപ്രമാണം അങ്ങ് പൊയ്ക്കാട്ടെ അവിടുന്ന്. അപ്പൊ ഹാൽവിൻ സഹോദരൻ പറയുന്നതനുസരിച്ച് ന്യായപ്രമാണം മാറിപ്പോയി. അപ്പൊ ന്യായപ്രമാണം മാറിപ്പോയപ്പോൾ ഇപ്പോൾ ആരുണ്ട്? ലംഘനമുണ്ട്, പാപമുണ്ട്, ക്രിസ്തു ഇവിടെ നിൽപ്പുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, വചനം പറയുന്നു ന്യായപ്രമാണമില്ലാത്തടത്ത് ലംഘനവുമില്ല. അപ്പൊ ന്യായപ്രമാണമില്ലെങ്കിൽ എന്തില്ല? ലംഘനമില്ല. അപ്പൊ ലംഘനത്തിന് പോകാം. അപ്പൊ ഹാൽവിൻ സഹോദരൻ പറയുന്നതനുസരിച്ച് ന്യായപ്രമാണം മാറിപ്പോയി. ന്യായപ്രമാണം മാറിപ്പോയാൽ എന്തില്ല? പ്രമാണത്തിന്റെ ലംഘനമില്ല. അപ്പം ലംഘനവും പോയി. ഇനി ചിന്തിക്കുക, ന്യായപ്രമാണമില്ലെങ്കിൽ ലംഘനമില്ല, ലംഘനമില്ലെങ്കിൽ, കൽപ്പനയുടെ ലംഘനമില്ലെങ്കിൽ പിന്നെ എന്തില്ല? പാപമില്ല. കാരണം 1 യോഹന്നാൻ 3:4 പറയുന്നു, കൽപ്പനാ ലംഘനം പാപം. അപ്പൊ ന്യായപ്രമാണമില്ലെങ്കിൽ ലംഘനമില്ല, ലംഘനമില്ലെങ്കിൽ പാപമില്ല. അപ്പൊ പാപത്തിന് പോകാം. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, അപ്പൊ ന്യായപ്രമാണം പോയാൽ ന്യായപ്രമാണത്തിന് ലംഘനമില്ല, ലംഘനമില്ലെങ്കിൽ പാപമില്ല, പാപമില്ലെങ്കിൽ പിന്നെ കർത്താവായ യേശുക്രിസ്തു ഇല്ല, യേശുക്രിസ്തുവിന്റെ ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി എന്ന് ഞാൻ ചിന്തിക്കട്ടെ. അതായത് ദൈവത്തിന്റെ ന്യായപ്രമാണം ഉള്ളത് കൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു നമുക്ക് ഉള്ളത്, യേശുവിനെ കൊണ്ട് നമുക്ക് ആവശ്യമുള്ളത്. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? അതായത് ന്യായപ്രമാണം ഇല്ലെങ്കിൽ ലംഘനമില്ല, ലംഘനമില്ലെങ്കിൽ പാപമില്ല, പാപമില്ലെങ്കിൽ പിന്നെ കർത്താവായ യേശുക്രിസ്തുവിന്റെയോ കൃപയുടെയോ ആവശ്യമില്ല. അപ്പൊ ന്യായപ്രമാണം ഉണ്ടോ? ന്യായപ്രമാണം ഉണ്ട് എന്നുള്ള പരമാർത്ഥം നാം തിരിച്ചറിയണം. അപ്പോൾ പറ്റിയ പരാജയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിന്റെ 10 കൽപ്പനയാകുന്ന ന്യായപ്രമാണത്തെ അല്ലെങ്കിൽ ധാർമ്മിക നിയമങ്ങളെ കർമാചാരപരമായ ന്യായപ്രമാണത്തിൽ ഉൾപ്പെടുത്തി അത് നീങ്ങിപ്പോയി എന്ന് പഠിപ്പിക്കുന്നതാണ് ഹാൽവിൻ സഹോദരന്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ പാളിച്ച. അപ്പോൾ ന്യായപ്രമാണത്തിന് എല്ലാ കാലത്തും നിലനിൽപ്പുണ്ട് എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ആയതിനാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുക അസാധ്യമാണ്. അപ്പൊ ന്യായപ്രമാണം ഉള്ളത് കൊണ്ടാണ് യേശുക്രിസ്തു നമുക്കുള്ളത്. ദൈവത്തിന് സ്തോത്രം. ഈ സത്യം തിരിച്ചറിയുവാൻ പ്രിയ സഹോദരനെ കർത്താവ് സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ജോബി ഹാൽവിൻ സഹോദരന്റെ മറ്റൊരു പരാമർശം, സത്യസഭയ്ക്കെതിരെ അദ്ദേഹം പറയുന്ന മറ്റൊരു പരാമർശം, നാം ശബദം അനുസരിക്കേണ്ട എന്ന് തെളിയിക്കുവാനായിട്ട് പറയുന്ന ഒരു ഗുരുതരമായ ആരോപണം എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവായ യേശുക്രിസ്തു ശബദം ലംഘിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോ, കർത്താവായ യേശുക്രിസ്തു ശബദം ലംഘിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കാം. മറ്റൊരു ശബത്തിൽ അവൻ പള്ളിയിൽ ചെന്ന് ഉപദേശിക്കുമ്പോൾ വലങ്കൈ വരണ്ട ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. ശാസ്ത്രിമാരും പരീശന്മാരും അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവൻ ശബത്തിൽ സൗഖ്യമാക്കുമോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു. കണ്ടോ, ശബത്തിൽ സൗഖ്യമാക്കുമോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു. അവരുടെ വിചാരം അറിഞ്ഞിട്ട് അവൻ വരണ്ട കൈയുള്ള മനുഷ്യനെ എഴുന്നേറ്റ് നടുവിൽ നിൽക്കായി എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് നിന്നു. യേശു അവരോട്, ഞാൻ നിങ്ങളോട് ഒന്ന് ചോദിക്കുന്നു, ശബത്തിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ ജീവനെ രക്ഷിക്കുകയോ നശിപ്പിക്കുകയോ ഏത് വിഹിതം എന്ന് പറഞ്ഞു. അവരെ എല്ലാം ചുറ്റും നോക്കിയിട്ട് ആ മനുഷ്യനോട് കൈ നീട്ടുക എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. അവന്റെ കൈക്ക് സൗഖ്യം വന്നു. ഉണ്ടോ? അപ്പോൾ യേശു അവിടെ ശബത്തിനെ വാസ്തവത്തിൽ ലംഘിക്കുക. നിങ്ങൾ കേട്ടല്ലോ,